ഹലോ, നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ചിക്കൻ കടായി ഉണ്ടാക്കിയാലോ? കല്യാണ വീട്ടിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലതെങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ? വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്നായി ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ള 300 ഗ്രാം ചിക്കനിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീര്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും, 1/4 ടീസ്പൂൺ അളവിൽ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുഡ് കളർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിനൊരു 1 അവറോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേ ചിക്കൻ കരിഞ്ഞു പോവാതെ നോക്കണം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കി 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റി കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ സവാള കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വരും. എണ്ണ കുറവാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. നന്നായി വഴന്നു വന്ന സവാളയിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് തക്കാളിയൊക്കെ സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി ഉള്ളിൽ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ തുറന്നു കൊടുത്തിട്ട് വീണ്ടും എല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഈ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.